ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളൊന്നൊരു അടിപൊളി അൾട്രാ വില്ലേജ് ഫിഷിങ് വന്നിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം റോഡ് വീലൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ കഴിഞ്ഞ ദിവസം പോയതിന് വേറെ സ്ഥലത്താണ് കേട്ടോ. വേറൊരു അടിപൊളി സ്പോട്ടാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ചൂണ്ട ഇട്ട് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഈ സ്ഥലം ഒന്ന് പരിചയപ്പെട്ടാലോ. ഒരു അടിപൊളി ലൊക്കേഷൻ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചൂണ്ടോട് പോകുന്ന സ്ഥലം കണ്ടില്ല, അടിപൊളിയല്ലേ. നമ്മൾ കാസ്റ്റിംഗ് കേട്ടോ. നമ്മൾ സ്ഥിരം റോഡ് റീലൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ സെയിം സ്പിന്നർ കേട്ടോ, ഈ സ്പിന്നറാണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ സെയിം ഈ സ്പിന്നർ നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ അടിച്ചു തുടങ്ങാണ്, നമുക്ക് കിട്ടിയ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം, കണ്ട ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കാം കേട്ടോ. നമ്മൾ തുടങ്ങാണ്. പിന്നെ ഗൈസ്, നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് അടുത്താണ് നമ്മൾ സ്പിന്നർ ഉണ്ടോ, സ്പിന്നറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളൊന്ന് കാസ്റ്റ് നോക്കി. ഇവിടെ നല്ല കുറുവെള്ളമെന്ന് ചേട്ടന്മാർ പറയണം കേട്ടോ. നമ്മൾ നോക്കി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കേസ് നമ്മളെ കുറുവ കേട്ടോ. ഫസ്റ്റ് കുറുവ അടിച്ചിരിക്കണം കേസ്. പ്രതീക്ഷിക്കാനാണ് നമ്മൾ ചുമ്മാ ഒന്ന് പ്ലേ നോക്കിയത്, അപ്പോഴേക്ക് താരം അടിച്ചു കേട്ടോ. എന്താ നമ്മൾ കുറേ നേരം കാസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അടിച്ചു കേട്ടോ. എന്താ നമ്മൾ സ്പിന്നർ പൊളിയാട്ടോ. ഈ സ്പിന്നർ ഉണ്ടെങ്കിൽ എവിടെ നിന്നാണ് നമ്മളെ കുറുവ അടിച്ചിരിക്കും.
കേട്ടോ. നമുക്ക് ഇങ്ങനൊരു സഞ്ചിലിട്ട് വെക്കാം. നല്ല സൈസല്ല, അടിപൊളി. വല എടുത്തില്ല, നമ്മൾ സഞ്ചുള്ളൂ കേട്ടോ. ഇപ്പം നല്ല ഹുക്കപ്പ് ഉണ്ടോ, നല്ല സൈസ് കുറവല്ല ഇത്. ഈ ടൈപ്പ് ഭയങ്കര രസമാണ്, ഇവനെ പിടിക്കാൻ പ്രത്യേക ഫീലാണ്. ഓക്കെ, സഞ്ചരിക്കട്ടെ. നമുക്ക് അടുത്തൊന്നുകൂടി നോക്കാം. ഗൈസ്, നമ്മൾ കണ്ടിരുന്നത് ചൂണ്ടാകുമ്പോൾ നിർത്തിയിട്ടോ. നല്ല അടിപൊളി ലൊക്കേഷനാണ്. പക്ഷേ നമുക്ക് ഒരു ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഇപ്പോൾ നല്ല സ്ട്രൈക്കൊക്കെ വന്ന് പോയിട്ടോ. നമുക്ക് ഇപ്പോൾ നല്ല വെയിലുണ്ട്, അധികം നേരം നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇന്നത്തെ ചൂണ്ട നിർത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു. ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്തൊരു നല്ലൊരു അൾട്ടർനേറ്റീവ് ഫിഷിംഗ് വരുന്നതായിരിക്കും. അതുവരെ തൽക്കാലം ബൈ ബൈ.